ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഒരു നോർമൽ സൈഡ് ഓപ്പൺ ചുരിദാറിൻ്റെ മാർക്കിങ്ങും കട്ടിങ്ങും ഒന്ന് കണ്ടാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ബോട്ടം അളവ് നോക്കിയിട്ട് 2 പീസ് തുണിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ബോട്ടം അളവ് വരുന്നത് 23.5 ഇഞ്ചാണ് വേണ്ടത്. 23.5 ഇഞ്ചിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൊടുത്തിട്ട് 25 ഇഞ്ച് ബോട്ടം അളവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബോട്ടം അളവ് മാർക്ക് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ 2 പീസ് ഞാൻ ആദ്യമേ കട്ട് ചെയ്തെടുത്തത്. ഇനി നമുക്കതിൻ്റെ ഫുൾ ലെങ്ത്ത് കൂടെ നോക്കാം. ഫുൾ ലെങ്ത്ത് എനിക്ക് വേണ്ടത് 42 ഇഞ്ചാണ്. 42 ഇഞ്ചിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്തിട്ട് 44 ഇഞ്ച് ഞാൻ ഫുൾ ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ ഒരു പീസ് എടുക്കാം. ഞാൻ ഫ്രണ്ട് ഭാഗമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ഫ്രണ്ടിൽ നെക്ക് ഡിസൈൻ ചെറിയൊരു എംബ്രോയ്ഡറിങ് കൊടുത്തിട്ടുണ്ട്. അതിനൊന്ന് നടുമടക്കി ഇട്ട് കൊടുത്തിട്ട് മുകളിൽ ഇതുപോലെ ലൈൻ വരച്ചു കൊടുക്കാം. നമ്മുടെ മാർക്കിംഗ് ഒക്കെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇനി ആദ്യം നമുക്കതിന് നെക്ക് വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് വിഡ്ത്ത് ഞാനൊരു 3 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഷോൾഡറാണ് മാർക്ക് ചെയ്യേണ്ടത്. ഷോൾഡർ എനിക്ക് 5.5 ഇഞ്ചാണ് വേണ്ടത്. 5.5യുടെ കൂടെ 1/2 ഇഞ്ച് തയ്യൽത്തുമ്പും കൂടി കൊടുത്തിട്ട് ഷോൾഡർ 6 ഇഞ്ച് എടുത്തു. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ആം ഹോൾ വരച്ചു കൊടുത്തു. ആം ഹോളും ഞാൻ 5.5 ഇഞ്ചാണ് കൊടുത്തത്. ആം ഹോളിൻ്റെ അവിടെ നമ്മൾ ഇതുപോലെ നേരെ ചെസ്റ്റ് റൗണ്ടാണ് വരയ്ക്കുന്നത്. ചെസ്റ്റ് റൗണ്ട് എനിക്കൊരു 9.5 ഇഞ്ചാണ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടെ ചേർത്തിട്ട് 11 ഇഞ്ച് ചെസ്റ്റ് റൗണ്ട് എടുത്തു. ചെസ്റ്റ് റൗണ്ട് ഇതുപോലെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ഷോൾഡർ ലൈൻ വരച്ചു കൊടുത്തേക്ക്. ഇനി നമുക്ക് ഇതിലൊരു ആം ഹോൾ വരച്ചെടുക്കണം. കൈക്കൂടി നമ്മൾ വരച്ചു കൊടുക്കാം. അതിന് ആ കോർണറിൽ നിന്ന് നമ്മളൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ആം ഹോൾ കർവ് ഇതുപോലെ ഒന്ന് വരച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് വേസ്റ്റ് ലെങ്ത് ആണ്. വേസ്റ്റ് ലെങ്ത്ത് ഞാനൊരു 14 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ട് 14.5 ഇഞ്ച് ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്ക് ചെയ്തതിൽ നിന്ന് വേണം നമ്മൾ വേസ്റ്റ് റൗണ്ട് വരച്ചു കൊടുക്കാൻ. വേസ്റ്റ് റൗണ്ട് എനിക്കൊരു 8 ഇഞ്ചാണ് വേണ്ടത്. 8 ഇഞ്ചിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ട് 9.5 ഇഞ്ച് വേസ്റ്റ് റൗണ്ട് കൊടുത്തു. ഇനി ഞാൻ കൊടുക്കുന്നത് ഓപ്പൺ ലെങ്ത് ആണ്. ഓപ്പൺ ലെങ്ത് എനിക്കൊരു 19 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽത്തുമ്പും കൂടി കൊടുത്തിട്ട് 19 ഇഞ്ച് വേസ്റ്റ് ലെങ്ത്തും ഓപ്പൺ ലെങ്ത്തും ഓപ്പൺ റൗണ്ടായിട്ട് ഞാൻ 21 ഇഞ്ചും അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടെ ചേർത്തിട്ട് 22.5 ഇഞ്ച് ഞാനവിടെ മാർക്ക് ചെയ്തു. ഇനി നമ്മൾക്കവിടെ ഓപ്പൺ തയ്ക്കേണ്ട ഒരു ഭാഗമാണ്. ഇനി നമുക്കതിൻ്റെ നെക്ക് ലെങ്ത്തൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് ഞാനൊരു 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 6 ഇഞ്ച് നമ്മളൊരു ബോക്സ് ടൈപ്പ് പോലെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഏത് നെക്കാണോ നമുക്ക് വേണ്ടത് ആ നെക്ക് നമ്മൾ ആ ബോക്സിനകത്താണ് വരച്ചു കൊടുക്കേണ്ടത്. അപ്പം ഞാനൊരു റൗണ്ട് നെക്കാണ് വരയ്ക്കുന്നത്. പൊതുവേ എനിക്ക് റൗണ്ട് നെക്കാണ് കേട്ടോ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം. ഇപ്പോൾ വി നെക്കാണല്ലോ ട്രെൻഡായിട്ട് നിൽക്കുന്നത്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ ബാക്ക് സൈഡും നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ അതിൻ്റെ ഷേപ്പും ആം ഹോളൊക്കെ കട്ട് ചെയ്യാം. കഴിയുന്നത് നമ്മൾ തുണിയിൽ അനക്കം വരുത്താതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഇനി നമ്മുടെ നെക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നില്ല. അതിന് പകരം നമ്മൾ അവിടെ ഒരു മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കതിൻ്റെ ബാക്ക് സൈഡാണ് കട്ട് ചെയ്യേണ്ടത്. ബാക്ക് സൈഡ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പോലെ തന്നെ ആദ്യം നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുക, ഷോൾഡർ മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷോൾഡറിൻ്റെ ആ ഒരു കൈക്കൂടി നമുക്ക് വരച്ചെടുക്കാം. ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി അടുത്തത് വേസ്റ്റ് ലെങ്ത്ത് കൊടുക്കുക. വേസ്റ്റ് ലെങ്ത്ത് കൊടുത്താൽ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യുക. പിന്നെ ഓപ്പൺ ലെങ്ത്ത് കൊടുക്കുക, ഓപ്പൺ റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത അതേപോലെ തന്നെ ഇനി നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ നെക്ക് വിഡ്ത്ത് നിന്ന് നമ്മൾ താഴേക്ക് നെക്കിന് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത്രയും ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് അതിനൊന്ന് ബോക്സ് ആക്കുക. ഒരു എൽ ഷേപ്പിലൊരു ബോക്സ് പോലെ ആക്കിയിട്ട് അതിൽ നമുക്ക് ഏത് നെക്കാണോ വേണ്ടത് അത് വരച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ബാക്ക് സൈഡ് കൂടെ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് രണ്ടും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ലൈനിങ്ങും ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ലൈനിങ് നമുക്ക് എത്രയാണോ ഫുൾ ലെങ്ത്ത് വേണ്ടത് ആ ഫുൾ ലെങ്ത്തിനേക്കാൾ ഒരു 4 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 5 ഇഞ്ചോ കുറച്ചിട്ട് നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് കൈയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഒരു തുണിയെ നമ്മൾ ഇതുപോലെ 4ആക്കി മടക്കിയിട്ടുണ്ട്. ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ കൈയിൻ്റെ സ്ലീവ് ലെങ്ത്താണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിനും ഒരു മുകളിലൊരു ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ അളവുകളൊക്കെ കറക്റ്റായി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ആ ഒരു ലൈനിൽ നിന്ന് നമ്മൾ എത്രയാണോ നമ്മുടെ സ്ലീവ് ലെങ്ത്ത് വേണ്ടത് അത്ര എടുത്തു കൊടുക്കുക. അപ്പോൾ എനിക്ക് സ്ലീവ് ലെങ്ത്ത് ഒരു 14 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ചും കൂടെ ഞാൻ കൂട്ടിയിട്ട് 15 എടുത്തു. ഇനി നമുക്ക് സ്ലീവ് റൗണ്ടാണ് വേണ്ടത്. സ്ലീവ് റൗണ്ട് എനിക്കൊരു 5.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൊടുത്തിട്ട് ഒരു
ഒരു 7 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നമ്മൾ നേരത്തെ നമ്മുടെ സ്ലീവ് ലെങ്ത്ത് എടുത്ത് കൊടുത്ത് ഇതുപോലെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. ഇത് എങ്ങനെയാണ് വരയ്ക്കേണ്ടത് വെച്ചെങ്കിൽ നമ്മുടെ ചെസ്റ്റ് റൗണ്ട് ഉണ്ടല്ലോ, ചെസ്റ്റ് റൗണ്ട് എടുത്തത് 11 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട്. അപ്പോൾ തയ്യൽ തുമ്പ് ഒഴിവാക്കിയിട്ട് 9.5 ഇഞ്ചാണ് ഇങ്ങനൊരു ലൈന് വരച്ചു കൊടുക്കുക. ഇനി അതിൽ നിന്ന് നമ്മൾ സ്ലീവ് റൗണ്ടിലേക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി നമ്മൾക്ക് ഇതിൽ നിന്ന് നമ്മുടെ കൈയിൻ്റെ ആ ഒരു ഷേപ്പ് വരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ലൈൻ ഉണ്ടല്ലോ അവിടെ നിന്ന് നമ്മളൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. വലിയവരാണെന്നുണ്ടെങ്കിൽ 3 ഇഞ്ച് മാർക്ക് ചെയ്യാം, കുട്ടികളാണെന്നുണ്ടെങ്കിൽ 1, 2 അത് 1.5 ഇഞ്ച് വരെയൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതുപോലൊരു കർവ് നമ്മൾ ആ വരച്ച 3 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തല്ലോ അതിലേക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ കറക്റ്റായി. ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട് ഭാഗം നമ്മൾ ഫ്രണ്ടിൻ്റെ നമ്മുടെ ടോപ്പ് അടിക്കുമ്പോൾ ഫ്രണ്ട് ഭാഗം നമ്മൾ കുഴിച്ചു വെട്ടില്ല, അതിൻ്റെ ആവശ്യം ഇങ്ങനെ തയ്ക്കുമ്പോൾ വരുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു നോർമൽ സൈഡ് ഓപ്പൺ ചുരിദാറിൻ്റെ മെഷർമെൻറ്റും അതിൻ്റെ കട്ടിങ്ങും ഒക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ.